കൃഷിപാടത്തിലെ വ്യത്യസ്തത കൊണ്ട് കുടുംബ വരുമാനത്തിലെ ഭദ്രത ഉറപ്പാക്കി സജീഷും പ്രസീതയും. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. കാർഷിക മേഖലയിലെ വ്യത്യസ്തതയിൽ മറ്റുള്ളവർക്ക് മാതൃകയായി കൂൺ കൃഷിയിലെ ഹൈടെക് പദ്ധതിയിലൂടെ ഒരു കുടുംബ വരുമാനം കണ്ടെത്തുകയാണ് സജീഷും പ്രസീതയും. കഴിഞ്ഞ 3 വർഷമായി കുഞ്ഞാറ്റ മഷ്റൂം എന്ന പേരിൽ പാറോത്തുനീരിലെ വീട്ടിൽ കൂൺ കൃഷി ചെയ്യുന്ന സജീഷും ഭാര്യ പ്രസീതയും മികച്ച കൂൺ കൃഷിക്കാരായി മാറി പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദരവ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞൊരു 8 ബെഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കൃഷിഭവൻ്റെ ഒരു പരിശീലന ക്ലാസ്സിലാണ് ആദ്യമായിട്ട് നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് നമ്മളെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. പിന്നെ മായമില്ലാത്ത ഒരു ഭക്ഷ്യപദാർത്ഥം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനോട് ഇഷ്ടമുണ്ടായ ഒരു കാര്യം. ശുദ്ധമാർന്ന ഒരുപാട് പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള കാൽസ്യം, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ്, എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ഗുണപ്രദമായ ഒരു ഭക്ഷ്യപദാർത്ഥം കൂടിയാണ് പോകുന്നത്. അപ്പോൾ സമൂഹത്തിലേക്ക് പരമാവധി പിന്നെ മായമില്ലാത്ത ഒരു ഭക്ഷ്യ പദാർത്ഥം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പുണ്യകർമ്മമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ചെറുപുഴ കൃഷി ഓഫീസിൽ എല്ലാ സഹകരണവും നമുക്ക് നിലവിൽ ചെയ്യുന്നുണ്ട്. 8 ബെഡിൽ കെട്ടിയ ഞാനിപ്പോൾ നിലവിൽ 1200ഓളം ബെഡുകൾ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ ഒരു ഹൈടെക് ഫാമിലേക്ക് വരെ എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു 600ഓളം ബെഡുകളാണ് ഇപ്പോൾ കൂടി ഉള്ളത്. ബാക്കി ബെഡുകൾ ഇടാനുള്ള സ്ഥലം ഇപ്പോൾ ഇവിടെ ബാക്കിയാക്കി ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ പുതിയ ബെഡുകൾ നിർമ്മാണത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരമ്പരാഗത കാർഷിക രീതിയിൽ നിന്നും പിന്തിരിയുന്നവർക്കിടയിൽ നിന്നും വ്യത്യസ്തരായി ഇഷ്ടവിഭവമായ കൂൺ കൃഷിയിലെ ഏറ്റവും പുതിയ സാങ്കേതിക രീതി ഉപയോഗിച്ചാണ് ഇവരുടെ ഹൈടെക് കൂൺ കൃഷി. വീട്ടിനകത്ത് തന്നെയുള്ള ഫാമിൽ കൂൺ കൃഷിയിലൂടെ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണിവർ. പരിചയക്കുറവും പ്രതികൂല സാഹചര്യങ്ങളും ആദ്യഘട്ടത്തിൽ കുറച്ച് തളർത്തിയെങ്കിലും പരിശ്രമിക്കാനും അധ്വാനിക്കാനുമുള്ള താല്പര്യമാണ് ഇവരെ വിജയത്തിൽ എത്തിച്ചിരിക്കുന്നത്. ചെറിയ ഒരു സംരംഭമായി 8 ബെഡിൽ തുടങ്ങിയ കൂൺ കൃഷി ഇന്ന് 800ഓളം ബെഡുകളിൽ പ്രതിദിനം 15 കിലോ കൂൺ വരെ ഉൽപ്പാദിപ്പിക്കുന്ന മികവിലേക്ക് എത്തിക്കഴിഞ്ഞു. കൂണിലെ സാധാരണ ഇനങ്ങളായ ഓയിസ്റ്റർ, വൈറ്റ്, പിങ്ക്, ഗ്രേ എന്നിവയാണ് ഇവർ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂൺ കൃഷി തുടങ്ങിയിട്ട് 3 വർഷമായി. ഹൈടെക് ഫാമിലേക്ക് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായതേ ഉള്ളൂ. മറ്റേ നമ്മൾ വീട്ടിൻ്റെ ഒരു റൂമിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വീട്ടിലിരുന്നു കൊണ്ടൊരു ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. മക്കളെ സ്കൂൾ വിട്ടെല്ലാം വരുമ്പോഴത്തേക്കിനും വീട്ടിലെ ആൾ വേണം. അതിൻ്റെ ഒരു രീതിയിലാണ് വീട്ടിലിരുന്നു കൊണ്ടൊരു ജോലി വേണമെന്നുള്ള ഒരു കാര്യം ഓർമ്മ വന്നത്. അന്നേരമാണ് കൂൺ കൃഷി ചെയ്യാമെന്നുള്ള തുടങ്ങി. അങ്ങനെ ചെറിയ രീതിയിൽ കൂൺ കൃഷി ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം ഹൈടെക് ഫാമിലേക്ക് എത്തി നിൽക്കുന്നത്. കരിമ്പത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രം, മറ്റ് സ്വകാര്യ ഫാമുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ വിത്തുകൾ വാങ്ങുന്നത്. സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയാൽ ഏകദേശം 17 ദിവസങ്ങൾ കൊണ്ട് കൂൺ കൃഷിയിൽ നിന്നും വരുമാനം കിട്ടിത്തുടങ്ങും. വിഷരഹിതവും പോഷകഗുണമുള്ളതുമായ ഭക്ഷണം എന്ന നിലയിൽ കൂണിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നത് മാർക്കറ്റിൽ മെച്ചപ്പെട്ട വില ലഭിക്കാനും സാഹചര്യമൊരുക്കുന്നുണ്ട്. ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന കൃഷിയിൽ ശ്രദ്ധ തെറ്റിയാൽ ഏറെ നഷ്ടങ്ങളുണ്ടാകുമെന്നും ഇവർ പറഞ്ഞു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ കൃഷിക്ക് ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂരിൻ്റെ ഉപദേശ നിർദ്ദേശ സഹായങ്ങൾ ഏറെ ഗുണകരമായെന്ന് ഇവർ പറഞ്ഞു. സജീഷും പ്രസീതക്കുമൊപ്പം 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നിരഞ്ജിത, 3ാം ക്ലാസ്സുകാരി നിരഞ്ജന എന്നിവരും അച്ഛനമ്മമാരെ സഹായിക്കുന്നുണ്ട്. ഹൈടെക് ഫാം കുറച്ചുകൂടി വിപുലീകരിച്ച് 1200 ബെഡുകളാക്കി വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൃഷി കുടുംബം. കൂണിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ അച്ചാർ, സമൂസ, കട്ലറ്റ്, ചമ്മന്തിപ്പൊടി, ബിരിയാണി എന്നിവയും ഉണ്ടാക്കാമെന്ന് ഇവർ പറഞ്ഞു. ഏറ്റവും ലളിതമായ രീതിയിൽ തുടങ്ങുന്ന കൃഷി ഇന്നീ കാണുന്ന മികച്ച രീതിയിലേക്ക് മാറ്റാൻ സജീഷും ഭാര്യയും ഏറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 5 മണി മുതൽ ആരംഭിക്കുന്ന ജോലിയിൽ നിന്നും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ ഫാമിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ. കൂൺ കൃഷിയുടെ വിജയത്തെ തുടർന്നാണ് കർഷക ദിനത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസീതയെ ഏറ്റവും മികച്ച കർഷകയായി ആദരിച്ചത്. ഇനിയും കൂടുതൽ കൃഷി മെച്ചപ്പെടുത്താൻ വിത്തുൽപാദനം ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഇതിന് ഏറെ മുതൽ മുടക്ക് ആവശ്യമുണ്ടെന്നും സജീഷ് പറഞ്ഞു. 1200ഓളം ബെഡ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരാശരി 7-8 കിലോ കൂൺ ഒരു ദിവസം ഞങ്ങളിപ്പോൾ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേരിയേഷനാണ്. ചിലപ്പോൾ 2 കിലോ കിട്ടും, ചിലപ്പോൾ 5 കിലോ കിട്ടും, 8 കിലോ, എന്നാൽ ശരാശരി ഒരു 5 കിലോ മുകളിലേക്ക് നമുക്ക് എല്ലാ ദിവസവും ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. ടോട്ടൽ ബെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 കിലോ കൂണോളം ഒരു ദിവസം നമുക്ക് ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വിത്തുൽപാദനം ഇപ്പോൾ ഒരു പ്രധാന പ്രതിസന്ധി നമുക്കിപ്പോൾ നേരിടുന്നത് വിത്തിനെയാണ്. ഞങ്ങൾ നിലവിൽ കൾട്ടിവേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്.
അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അനേകമായിട്ട് കൂണിനെക്കാട്ടിലും അനേകം സാധ്യത കൂണിൻ്റെ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ സ്കോപ്പുള്ള സാധ്യതയാണ്. ഇനി വീണ്ടും ഒരു ഫാമിലേക്കും കൂടിയുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ. കൾട്ടിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തന്നെ വേണ്ടുന്ന ഗുണനിലവാരത്തിലേക്കുള്ള വിത്ത് ഉണ്ടാക്കിയിട്ട് പരമാവധി പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ അടുത്ത ഘട്ടം എൻ്റെ മനസ്സിലുള്ള പ്ലാനിങ്. കാർഷിക മേഖലയിലെ വൈവിധ്യ രീതികളെ ഉപയോഗപ്പെടുത്തി കൂൺ കൃഷിയുടെ പുതിയ സാധ്യതകൾ കാട്ടിക്കൊടുത്ത് വിജയിച്ചിരിക്കുന്ന സജീഷും പ്രസിദ്ധയും മറ്റ് കർഷകർക്ക് ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും 10,000 രൂപ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എന്നാ വിശ്വസിച്ചേ പറ്റൂ. ഈ ഓണത്തിന് മാറ്റുകൂട്ടാൻ നമ്മുടെ സ്വന്തം പടിഞ്ഞാത്ത് ജ്വല്ലറി അതിഗംഭീര സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചിങ്ങം 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് 10,000 രൂപയാണ് പടിഞ്ഞാത്ത് ജ്വല്ലറി സമ്മാനമായി നൽകുന്നത്. ഓരോ ദിവസവും ഒരു ഭാഗ്യശാലി, അത് ചിലപ്പോൾ നിങ്ങളായേക്കാം. അപ്പൊ ഇനി എന്തിനു മറ്റൊന്ന് ആലോചിക്കണം? ഇത്രയും മികച്ച ഓഫേഴ്സ് പടിഞ്ഞാത്തല്ലാതെ മറ്റാര് തരാനാ? അപ്പൊ ഈ ഓണം പർച്ചേസിന് നേരെ പടിഞ്ഞാത്തിലോട്ട് പോരെ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പാർ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.